ഹായ് ഹലോ നമുക്ക് പുതിയ കേക്ക് ഡെക്കറേഷൻസ് കാണാം. നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ പോണത് ഒരു ബെൻഡോ കേക്കാണ് കേട്ടോ. ഒരു മിനി കേക്ക് അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് കേക്ക്, അങ്ങനെ പല പേരുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അതാണ് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ ബോക്സ് അത്യാവശ്യം ചെറുതാണ് കേട്ടോ. ഇത് പല സൈസിലാണ് ഷോപ്പിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാവാറ്. ഇപ്പോൾ കിട്ടിയത് നല്ല ചെറുതായിരുന്നു. അപ്പോൾ കേക്ക് നമുക്ക് ഒരു ഗ്ലാസ്സോ അതിന് സൈസ് നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ഇങ്ങനൊരു ഗ്ലാസ് എടുത്തിട്ടാണ് കേട്ടോ സൈസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനി നമ്മൾ ക്രീമൊക്കെ വെച്ച് ഫ്രോസ്റ്റ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് കറക്റ്റ് ആവും. ഒന്നും കൂടി ബോക്സിനേക്കാളും കുറച്ച് ചെറുതെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ കേക്ക് നമ്മൾ ഈ ഒരു മിനി കേക്കൊക്കെ നമുക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. നോർമൽ കേക്കിൻ്റെ പോലെയല്ല, ഇത് വെയിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് ഫ്രോസ്റ്റിങ് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളതൊരു ബട്ടർ പേപ്പറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ ഡയറക്റ്റ് ഇതിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കേക്ക് അതിൽ വെച്ചിട്ട് നമ്മൾ ബോക്സ് ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ തട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ക്രീം ഒന്ന് ലൈറ്റായി ടൈമൊന്ന് എടുത്തിട്ട് ഒന്നും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം പണി കിട്ടിയൊരു കേക്ക് തന്നെ പറയാം. 5 പ്രാവശ്യമാണ് കേട്ടോ ഞാനത് ഇത് എടുക്കുക, പിന്നെയും നമ്മൾ ക്രീം കുറച്ചും കൂടി എടുക്കുക, അങ്ങനെ ഒരുപാട് ടൈം എടുത്തൊരു കേക്കാണ് കേട്ടോ. നമുക്ക് സാധാ ഒരു കേക്ക് ചെയ്യാനൊന്നും ഇത്ര ടൈമൊന്നും എടുക്കാറില്ല. അപ്പോൾ നമ്മൾ കസ്റ്റമർ പറഞ്ഞ പോലെ റെഡ് കളറിൽ ഓരോ ഹാർട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ ഒരു ലവ് എന്നുള്ളൊരു ടോപ്പർ വെക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലേറെ ചെറിയ കേക്ക് ആയതുകൊണ്ട് അതിനുള്ളൊരു സ്പേസ് ഇല്ല കേട്ടോ മുകളിൽ. അപ്പം ഞാൻ ഒരു 3 years ഓഫ് ലവ് എന്നുള്ളത് എഴുതി കൊടുത്തു. അങ്ങനെ കേക്കിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ദിവസം സെറ്റ് ചെയ്യാനുള്ളത് ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. ചോക്ലേറ്റ് കേക്ക് 1 kg ആണ്. 7 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്കിൽ കസ്റ്റമർ നമുക്ക് റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു കളറാണ് കേട്ടോ അവർ തന്ന പിക്കിലുണ്ടായിരുന്നത്. സത്യത്തിൽ അവർ തന്ന പിക്ക് ഒരു ഫിൽറ്റർ ചെയ്തൊരു പിക്കായിരുന്നു. അത് ഇൻസ്റ്റയിൽ അവർ എവിടുന്നോ സ്റ്റോറി ഇട്ടത് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നതാണ്. അതിൽ അവർ എഫക്റ്റൊക്കെ മാറ്റിയിട്ട് കേക്കിൻ്റെ കളറ് മാറിയതാണ് കേട്ടോ. അപ്പോൾ അത് ഒറിജിനൽ കേക്ക് വേറെ കളറായിരിക്കും. അത് നമുക്ക് പിക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ അവർ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ഒറിജിനൽ ഈ ഒരു കളർ തന്നെ അവർ തന്ന കളറിൽ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു കളറിലൊന്നും അവർ തന്ന ഡിസൈൻ ഒട്ടും ഭംഗി ഉണ്ടാവില്ല എന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ നമ്മൾ അവർ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ചെയ്തു. ഡയറക്റ്റ് കേക്കിൽ എഴുതുക എന്നുള്ളത് നമുക്ക് നടക്കാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തിട്ട് കേക്ക് ഒട്ടും ഭംഗിയില്ല. കാരണം ക്രീമിൽ എയർ ബബിൾസ് കയറിയിട്ട് ക്രീം ഭയങ്കര മോശമായിരുന്നു കേട്ടോ. ഞാൻ പല മെത്തേഡ് നോക്കിയിട്ടും അത് വൃത്തിയായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ ക്രീം അങ്ങോട്ട് കളയാം, നമുക്ക് നല്ല ക്രീം കൊടുത്തിട്ട് അത് വൃത്തിക്ക് തന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ആ ഉള്ള ക്രീമൊക്കെ റിമൂവ് ചെയ്ത് കളയാണ് കേട്ടോ. സത്യത്തിൽ ഇതും 8ൻ്റെ പണി തന്നെയാണ്. ഒരു കേക്ക് ചെയ്യേണ്ട ടൈം നമുക്ക് ഒരുപാട് 2-3 കേക്ക് ചെയ്യാനുള്ള ടൈം എടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ആ ഒരു ക്രീം മാറ്റിയിട്ട് നമ്മൾ വേറൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ തന്ന കളറിലുള്ള ക്രീം കൊടുക്കുമ്പോൾ ഒന്നും കൂടി മാച്ച് കിട്ടുമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കളർ ചേഞ്ച് ചെയ്തതൊന്നും കസ്റ്റമറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ തന്ന കളറിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അത് മാച്ച് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കി. പക്ഷേ കസ്റ്റമർക്ക് കിട്ടിയപ്പോൾ അവർ ഇതായിരുന്നു കേട്ടോ ഹാപ്പി. അവർ പറഞ്ഞു ഇതായിരുന്നു തന്ന കളറിലേക്കാളും ഭംഗി തന്നെയായിരുന്നു, ചേഞ്ച് ചെയ്തത് നന്നായി എന്ന് അവർ നമുക്ക് വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കിൽ നമ്മൾ എഴുതി കൊടുത്തതുണ്ട്. പിന്നെ കുറച്ച് ലവ് ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എഴുതിയത് അല്ലെങ്കിലും എപ്പോഴും നമുക്ക് ഫ്ലോപ്പ് ആവാറാണ് കേട്ടോ. പിന്നെ നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ദിവസമായിട്ട് നമുക്കൊരു 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതൊരു ഫ്രണ്ടിനുള്ള കേക്കായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ഒരു ആഷ് കളറാണ് കേട്ടോ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഈ ഒരു കളറിൽ തന്നെ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു കളറിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു കേക്ക് നമ്മൾ 5 ഇഞ്ചിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. കേക്കിൽ അധികം ഡിസൈനൊന്നുമില്ല. മുകളിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് നമ്മൾ ക്രീം വെച്ച് എഴുതുക, പിന്നെ ഒരു റൗണ്ട് വരയ്ക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് എഴുതൽ ഞാൻ അവരുടെ അടുത്ത് പിന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടില്ല, വൃത്തിക്കൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് അവർക്ക് വിഷയമല്ല, നിങ്ങളതിൽ എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും അത് കൈ വരക്കും. എൻ്റെ മാക്സിമം നമ്മൾ അതിൽ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ വൃത്തിക്ക്. പിന്നെ നമ്മൾ ഒരു റൗണ്ടാണ് വരയ്ക്കാനുണ്ടായിരുന്നത്. പക്ഷേ ഞാനത് വരച്ചപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ചെറിയ ഫ്ലവേഴ്സ് കൊടുക്കാമെന്ന്.
അപ്പോൾ അതും നമ്മൾ അവർ തന്ന പോലെയല്ല, ഒന്നുകൂടി ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇനി നമുക്ക് അന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു ഓർഡർ വന്നിട്ടുള്ളത്. ഇത് പെട്ടെന്ന് വന്ന ഓർഡറാണ്. അവർ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് ഒരു കേക്ക് സെറ്റ് ചെയ്തിട്ട് അവരെ വീട്ടിൽ സർപ്രൈസായിട്ട് കൊടുക്കുമോ ചോദിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ആ ഒരു കേക്കിൻ്റെ വർക്കൊക്കെ ഉള്ള ഒരു തിരക്കിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു വിഷയമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ മുകളിൽ കാണുന്നത് വൈറ്റ് ചോക്ലേറ്റിൻ്റെ പീസസ് ആണ് കേട്ടോ. ചോക്ലേറ്റ് ഒന്നും കറക്റ്റ് മെൽറ്റ് ആവാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനുള്ള കേക്കല്ലേ. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 ഫ്ലവേഴ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് കേക്കിൽ നമുക്ക് സീ യു സോൺ എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ പെട്ടെന്ന് ഒരു 1/2 kg ചോക്ലേറ്റ് കേക്ക് ഈ ഒരു ഡിസൈനിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വീഡിയോ ഇല്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.